ഹരിതപൂർണമായ മലയോര കാർഷിക മേഖലയാണ് ഇരിട്ടി. കുടിയേറ്റ കർഷകർ പൊന്നുവിളയിക്കുന്ന സുന്ദരഭൂമി. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഉളിക്കലിൽ ജൈവകൃഷിയോടൊപ്പം കാർഷിക നഴ്സറി നടത്തുന്ന വികലാംഗനായ ഷാജി മാത്യു. ചെറുപ്പത്തിലുണ്ടായ പോളിയോ മൂലം കാലുകളുടെ സ്വാധീനം നഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ. കൂട്ടുകാരോടൊപ്പം പറമ്പിൽ ഓടിക്കളിക്കേണ്ട ചെറുപ്പകാലം വീട്ടിലെ മുറിയിൽ ഒറ്റപ്പെട്ട് കിടന്ന ഈ സമയത്തും പോസിറ്റീവ് എനർജി നേടുകയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും തളർന്നു പോകില്ലെന്ന് ചിന്തിച്ചു തുടങ്ങിയ കാലഘട്ടം. മറ്റുള്ളവരുടെ മുന്നിൽ ഒന്നിനും കൊള്ളാത്തവനായി ജീവിക്കരുതെന്ന ചിന്തയിലാണ് കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. അംഗവൈകല്യങ്ങളെ അതിജീവിച്ച് കാർഷിക ജീവിതത്തിൽ സ്വന്തമായ സ്ഥാനമുറപ്പിച്ച ചെറുപ്പകാലം. ജീവിതത്തിൽ തളരാതെ ഇന്നും കൃഷിയിൽ സജീവം. ജീവിതത്തിന് സുഗന്ധവും ആനന്ദവും ജീവിതവുമേകിയ കൃഷിയെ താലോലിച്ചുകൊണ്ട് ഷാജി ഇന്നും കൃഷിയിൽ മുന്നേറുകയാണ്. കൊറോണ എന്ന മഹാമാരിയിലും അദ്ദേഹത്തിൻ്റെ കാർഷിക ജീവിതം തുടരുന്നു. തളരാതെ ഇന്നും ജീവിതയാത്ര നടത്തുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ആ പോസിറ്റീവ് എനർജിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. തൊടുപുഴയിൽ നിന്ന് കുടിയേറിയവരാണ്. തൊടുപുഴയിൽ നിന്ന് ഇരിട്ടി കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ഇരിട്ടി ഉളിക്കൽ കോട്ടപ്പാറ എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസം തുടങ്ങിയത്. അന്ന് ചാച്ചൻ വരുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് 6 മാസം പ്രായമുള്ള ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ കൂടുതൽ സ്ഥലവും കൂടുതൽ കൃഷി ചെയ്യാനുള്ള താല്പര്യങ്ങളും കൊണ്ട് ഞങ്ങൾ എൻ്റെ ചാച്ചൻ കുടിയേറി. ഞങ്ങൾ 10 മെമ്പേഴ്സ് ഞങ്ങളോട്ട് 4 പേരാണ്. മൂത്ത ഏട്ടൻ ബേവൻ മാത്യു, രണ്ടാമത്തെ പെങ്ങൾ ജെസ്സി, മൂന്നാമത്തെ സ്റ്റീഫൻ, ഞാനാണ് ഏറ്റവും ഇളയ ആൾ. അപ്പോൾ അന്ന് അവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാനും അന്ന് 6ാം വയസ്സിലാണ് സ്കൂളിൽ ചേർക്കുള്ളൂ. അങ്ങനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി 28 ദിവസത്തോളം ഞാൻ ക്ലാസ്സിൽ പോയി പെട്ടെന്ന് പനി വന്ന് കംപ്ലീറ്റ് കടന്നുപോയി. അപ്പോൾ 10-15 ദിവസം ചികിത്സയിലായിരുന്നു. അപ്പോൾ അത് കാരണം ചേട്ടൻ്റെ പഠിത്തം നിർത്തേണ്ട ആവശ്യം വന്നു. അങ്ങനെ പഠിത്തമെല്ലാം നിർത്തി ചികിത്സിച്ച് കിടപ്പിൽ നിന്ന് എണീറ്റ് കൈകുത്തി നടക്കാനായി. അപ്പം ചാച്ചൻ കോലഞ്ചേരി ലിസ്റ്റിലൊക്കെ ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ട് തന്നെ ചികിത്സിച്ച്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും എണീറ്റ് നടക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ എത്തിയപ്പം ഞാൻ ചാച്ചൻ ഇനി പാട് കഴിക്കണ്ട, നമ്മളെന്തായാലും നമ്മുടെ വിധി ഇത് നമ്മൾ പ്രശ്നമില്ലാന്ന് പറഞ്ഞ് ഞാൻ ആ ചാച്ചൻ്റെ അമ്മയോടെ കൃഷിയിലേക്ക് എത്തി ദൈവസഹായത്താൽ ചാച്ചൻ പഠിച്ച പാരമ്പര്യം കൊണ്ടുവന്ന സംഭവം നിലനിർത്തിക്കൊണ്ട് ഞാൻ ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, തേനീച്ച വളർത്തുക. ആദ്യം ഞാൻ തേനീച്ച വളർത്തുക എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കണ്ടുപിടുത്തങ്ങളൊക്കെ ഒരു താല്പര്യമാണ്. ചെറിയ കേസറ്റ് കാണുമ്പോൾ അത് നോക്കുക, ചെയ്യുക. അതിനെ ഈച്ചേനൊക്കെ പിടിക്കാൻ വേണ്ടി ഭയങ്കര രസം. ഇപ്പം ഞാൻ ആലോചിച്ചിരുന്നിട്ട് ഈച്ച ഇങ്ങനെ ഒരു ഈച്ച എന്ന് ഇപ്പോൾ മാമ്പഴത്തെ ഇരിക്കുമ്പോൾ ആ ഈച്ചനെ പിടിച്ച് ചെറിയ വള്ളി ഇട്ടെങ്കിൽ വിടും. അപ്പോൾ ഈച്ച ഏത് ദശയിൽ പോകുന്നോ അവിടെയാണ് അതിനെ കൂടെ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ പറയാൻ നടന്ന് പോയി. അന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെ പോയിരുന്ന് ഈച്ചേനെ പിടിച്ച് 10-200 പട്ടികളെ ഉണ്ടാക്കി നല്ല തേനീച്ച കൃഷി തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് നല്ല വരുമാനം നേടിയെടുക്കാൻ കഴിഞ്ഞു എനിക്ക്. അപ്പോൾ അങ്ങനെയായി. പിന്നെ ചാച്ചൻ്റെ അന്ന് 45 കിലോമീറ്റർ കരുമ്പ ഫാമിലേക്ക് നടന്ന മാവുകളി അച്ഛൻ്റെ മഴ എന്ത് പുതിയ സാധനങ്ങൾ കണ്ടാൽ പിടിപ്പിക്കുക എന്നുള്ളൊരു ചാച്ചൻ്റെ പ്രത്യേക സ്വഭാവമായിരുന്നു. അങ്ങനെ അതിൽ കണ്ട് ഞാൻ മാവുകൾ പിടിപ്പിച്ചു. അപ്പം ഞങ്ങൾ പന്നിയൂർ കുരുമുളകേഷണത്തിൽ പോയി കുരുമുളക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പിടിപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് എനിക്കൊരു രസമായി. എന്നാൽ നമുക്ക് വേറൊന്നും വയ്യ, ഇനി എന്താ മടിച്ചിരിക്കേണ്ട, കൃഷിയിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളൊരു തീരുമാനം തന്നെ എനിക്ക് തോന്നി. ഇനി വേറൊന്നും പറ്റില്ല, എന്തായാലും എണീറ്റ് നടക്കാൻ പറ്റില്ല, നമുക്ക് സ്വയബോധ്യം ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഞങ്ങളുടെ സ്ഥലം ഞാൻ ശരിക്കും കിഴക്കാനൂക്കായ ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ്. ഇവിടുന്ന് ഞാൻ സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി ഒരു 1500 അടിയോളം ഉയർത്തി വരും. അവിടെയാണ് ഞങ്ങളുടെ കൃഷി ശരിക്കുള്ളത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കോക്കാട് അതിനുശേഷം ആ നഴ്സറി ഉളുക്കൽ തുടങ്ങി, കോക്കാട് തുടങ്ങി, അല്ല മാതാ നഴ്സറി സ്ഥാപനം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഞാൻ എല്ലാവരും മറ്റുള്ള 3 ഏട്ടന്മാരും ജോലിയിലേക്ക് പോയി. ഞാൻ ചാച്ചനോട് കൃഷിയിലായി. അപ്പോൾ ഞാൻ 24 വയസ്സിൽ കല്യാണം കഴിച്ചു. വെട്ടിയാനിക്ക് ദേവസിയുടെ മകൾ ഷാൻറ്റി എന്ന രണ്ടാമത്തെ ആണ്. മൂത്തവൾ ബേബി, രണ്ടാമത്തെ ഷാൻറ്റി, ഇളയത് മിനിയാണ്. അങ്ങനെ 3 പേരിൽ രണ്ടാമത്തെ കല്യാണം കഴിച്ചു. അപ്പോൾ ഞാൻ കൃഷിയിലെത്തിയപ്പം എന്നോടൊപ്പം അവൾ സഹകരിക്കാൻ ഒരുപാട് മനസ്സുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ അംഗവൈകല്യമുള്ള ഒരാളാണെന്നുള്ളൊരു വിഷമം അവൾ കാണാതെയാണ് എന്നെ ഭർത്താവായിട്ട് അവൾ തിരഞ്ഞെടുത്തത്. അപ്പം എനിക്കതിൽ സംതൃപ്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തൊരുമിച്ച് കൃഷി ചെയ്തു. അപ്പം ഞങ്ങൾ അവളുടെ അച്ഛൻ പഠിപ്പിച്ച പാരമ്പര്യവും എൻ്റെ അപ്പം പഠിപ്പിച്ച പാരമ്പര്യവും ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് എൻ്റെ സഹോദരങ്ങളുടെ സഹായത്തോടെ, കൃഷി വകുപ്പിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ എല്ലാവരും എന്നോട് വളരെയധികം താല്പര്യത്തോടെ എന്നോട് സഹകരിച്ചു. അത് എനിക്ക് വളരെയധികം നല്ലൊരു നിലയിൽ ഇന്ന് എത്തിച്ചേരാൻ എന്നെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ മാതാ നഴ്സറി സ്ഥാപനം എനിക്ക് തുടങ്ങാൻ കഴിഞ്ഞു. അത് എനിക്കിന്ന് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നുണ്ട്. അപ്പം ഞാൻ മക്കളോടെല്ലാം പറയും, മക്കളെ കാർഷിക വൃത്തി എന്ന് പറയുന്ന സംഭവം ഒരു മോശമാണ് നിങ്ങൾ വിചാരിക്കേണ്ട. എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഞാൻ വിദ്യാഭ്യാസം കുറച്ച് കുറവായതുകൊണ്ട് എന്താവും, എങ്ങനെ ജീവിക്കും, അവരെല്ലാം പഠിച്ച് ജോലി കിട്ടിപ്പോയി എങ്ങനെ ജീവിക്കും, എന്താവുമെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ വിശ്വാസം എപ്പോഴും
നമുക്ക് ദൈവം നമ്മളെ ഓരോ നില എത്തിക്കുന്നത് നമ്മളായിട്ടല്ല, നമ്മളെ നിമിത്തം എന്ന് കണക്കാക്കുക. നമ്മളൊന്ന് സങ്കടപ്പെട്ട് നമ്മൾ മടിച്ചു മാറാതെ നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ അവരുടെ മക്കളോട് വ്യക്തമായിട്ട് പറയും. അപ്പോൾ അതുപോലെ എനിക്ക് വളരെ വിഷമമായ സംഭവം, ഞങ്ങൾ ഒരുപാട് സ്റ്റാഫുകൾ നിർത്തി പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അച്ഛൻ വണ്ടി മേടിച്ചതുണ്ട്, വണ്ടിയുണ്ട്. അപ്പോൾ ഒരു സ്ഥലം പറഞ്ഞു ഇനി നാളെ എനിക്ക് ഓടിക്കാൻ കഴിയില്ല. ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും, വണ്ടി എൻ്റെയാണ്, സമ്പത്ത് എൻ്റെയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ എനിക്ക് കഴിയും. ഞാൻ ഒരു 6 മാസത്തോളം ആദ്യം മാനസികമായിട്ട് വിഷമിച്ചു, മറ്റൊരാൾ കൂട്ടി ഓടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് അതിന് വഴിയുണ്ട്. അപ്പോൾ എൻ്റെ ഇപ്പോൾ അത് ചെയ്യാനുള്ള കഴിവ്. പിന്നെ എല്ലാവരും ചോദിക്കും കൈ പിടിക്കും, ബ്രേക്ക് അടിച്ചാൽ പിടിക്കും. ഞാൻ എത്രയോ വലിയ ആൾക്കാർ ഓടിക്കുമ്പോൾ ആക്സിഡൻ്റാണ്, സംഭവിക്കാനുള്ളതാണ്, എങ്ങനെ സംഭവിക്കും. നമ്മളോട് ദൈവം പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാം വന്ന നന്മയ്ക്ക് ചിന്തിച്ചുകൊണ്ടാണ് യാത്ര. അപ്പോൾ ഞാൻ മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യണം, കൃഷി ഇന്ന് മോശമാണ്. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് പറയാനുള്ള എനിക്ക് പ്രത്യേകിച്ച് പറയാണെന്ന് വെച്ചാൽ, കൃഷി എല്ലാവരും വിചാരിക്കും വളരെ മോശം ഒരു സംഭവമാണ്, മണ്ണ് പറ്റി എന്താണ്, കുഴപ്പമില്ല. പക്ഷേ മാന്യമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അന്തസ്സുള്ള ഒരു എന്താ പറയുക, ആരെയും വിനാശിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സംഭവം, എന്താ പറയുക, അതിനെന്താ വെച്ചാൽ ആ ഒരു വളരെ അന്തസ്സൊന്നും ചെയ്യാൻ പറ്റും. നമുക്കത് മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുറ്റബോധം നമ്മളെ മനസ്സിൽ വിചാരിക്കുമ്പോഴാണ് നമുക്കിത് മടിയായിട്ട് തോന്നുന്നത്. ആ ഒരു സംഭവം കാണിക്കാൻ പാടില്ലെന്ന് ഞാൻ എന്നെ എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ പറയും, നിങ്ങൾ ഒരിക്കലും മടിച്ച് നിൽക്കരുത്, നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക, നല്ല മനസ്സോടെ യാത്ര ചെയ്യുക, വന്നേരം നന്മയ്ക്കെന്ന് വിചാരിച്ച് നിങ്ങൾ യാത്ര ചെയ്യുക. എപ്പോഴും ഞാൻ പറയും, അതുപോലെ മക്കളോടും പറയും, നിങ്ങൾ കാര്യം ചെയ്യുക, നമ്മുടെ കാരണവന്മാരായിട്ട് പഠിച്ചിരുന്ന പാരമ്പര്യ കൃഷിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുക, നമ്മളെ ദൈവം സഹായിക്കും. പരമ്പരാഗത കാർഷിക കുടുംബത്തിൽ നിന്ന് ഷാജിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഷാൻഡി വ്യത്യസ്ത വിളകളാൽ സമൃദ്ധമായ കൃഷിയിടത്തിലെ കൃഷികൾ കണ്ടും കൃഷി പരിചരണത്തോടെ വളർന്ന ബാല്യകാലം. കൃഷികളെ മനസ്സുകൊണ്ട് സ്നേഹിച്ചിരുന്നതിനാൽ നല്ലൊരു കാർഷിക കുടുംബത്തിലേക്ക് പോകണമെന്ന മോഹം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ദൈവികമായ വരദാനം കൈനിറയെ ലഭിക്കാൻ മണ്ണിനെ സ്നേഹിച്ചാൽ കഴിയുമെന്ന സത്യം മാതാപിതാക്കളിലൂടെ തിരിച്ചറിഞ്ഞ ചെറുപ്പകാലം. അതുകൊണ്ടാണ് കൃഷികളോട് കൂടുതൽ താല്പര്യം. കളെ വകവയ്ക്കാതെ കൃഷിയിൽ മുന്നേറുന്ന ഷാജിയുടെ ജീവിതകഥ കേട്ടപ്പോൾ വളരെയധികം സ്നേഹിച്ചുപോയി ആ മനസ്സിനെ. ഏതൊരു തളർച്ചയിലും തന്നെ താങ്ങി നിർത്തുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഷാജിയെ സ്വീകരിക്കാൻ തയ്യാറായത്. മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ ഷാജിയെ തുണയായി സ്വീകരിച്ചു. പിന്നീട് ഒരുമിച്ചുള്ള യാത്ര. ചാച്ചൻ മലബാറിലേക്ക് കുടിയേറിയ ഉടനെ പൊനം കൊത്തി കൃഷി ചെയ്തു. അന്ന് കപ്പ, ചേന, ചേമ്പ്, പയറായിരുന്നു കൂടുതൽ, പച്ചപ്പയറായിരുന്നു കൂടുതൽ വിള ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ പിന്നെ നെൽകൃഷി കുറച്ച് ഇടവിളയായിട്ട് കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ കൊടിയായിരുന്നു, അന്നത്തെ കാലത്ത് കൊടി നട്ട്, മരങ്ങൾ നട്ട് കൊടിയായിരുന്നു. കശുമാവ്, അതിനിടയ്ക്കൂടെ തെങ്ങ്, റബ്ബറില്ലായിരുന്നു. ഞങ്ങൾ 3 മക്കളിൽ 3ാമത്തെ ആളാണ്. ചാച്ചൻ്റെ പേര് ദേവസ്യ, അമ്മച്ചിയുടെ പേര് അന്നക്കുട്ടി. ഞങ്ങൾ കർഷക കുടുംബത്തിലായിരുന്നു. എൻ്റെ മൂത്തയാൾ ഒരാണാണ്, ആങ്ങള കർഷക കുടുംബത്തിൽ തന്നെ ഇപ്പോഴും. അനിയത്തി കല്യാണം കഴിച്ചു വിട്ടു. കൃഷിയിൽ നിന്നുള്ള വരുമാനം എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങളെ കല്യാണം കഴിച്ചു വിട്ടതും. കുറവുകളെ ഉൾക്കൊണ്ട് ഷാജിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഷാൻഡി സംയോജിത സമ്മിശ്ര കൃഷിയിൽ ഷാജിക്ക് തുണയായി എപ്പോഴും കൂടെയുണ്ട്. സാധാരണ മനുഷ്യനെപ്പോലെ എല്ലാ ജോലികളും കൃത്യമായി ചെയ്യുന്ന ഷാജിയുടെ ഉത്സാഹവും പ്രോത്സാഹനവും ഷാൻഡിയെ കൃഷിയിൽ സജീവമാക്കി. പോസിറ്റീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ എന്നും വിജയം നേടാനാകും. കാലുകളുടെ സ്വാധീനമില്ലായ്മ ഒരു കുറവായി കാണാതെ ജീവിക്കാൻ വേണ്ടി മണ്ണിലേക്ക് ഇറങ്ങിയ ഷാജി മരണം വരെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ഷാജിയുടെ തണലിൽ തൻ്റെ ജീവിതം സുരക്ഷിതമാണെന്ന് ഷാൻഡി പറയുന്നു. 1991 ഓഗസ്റ്റ് 26-നായിരുന്നു ഞങ്ങളുടെ വിവാഹം. വാണിയക്കിഴക്ക് മണിപ്പാറയിൽ വാണിയക്കിഴക്ക് ഷാജി മാത്യു എന്ന ആളാണ് എന്നെ കല്യാണം കഴിച്ചത്. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. കല്യാണം കഴിഞ്ഞത് പിന്നെയാണ് ഞാൻ ആരംഭിക്കുന്നത്. ഇവിടെ വന്നതിൽ പിന്നെയാണ് എല്ലാ പണികളും കൃഷി രീതികളെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നതും കൃഷി ചെയ്യുന്നതും അതെങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെ അറിഞ്ഞത് ഇവിടെ വന്നതിന് ശേഷമാണ്. അന്ന് തൊട്ട് ഇന്നോളം കൃഷിയിൽ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് പോകുന്നു.